ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനമാണ് നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വരെ നാം പഠിക്കുകയുണ്ടായി. ഇന്ന് 17 മുതലുള്ള ചില വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കുവാനായിട്ട് സമയമെടുക്കാം. നമ്മളിങ്ങനെ ദൈവവചനം പഠിക്കുമ്പോൾ അത് ഇതുപോലെ ഘട്ടം ഘട്ടമായി പഠിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് അതിനു മുമ്പുള്ള വാക്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്താതെ നാം അങ്ങ് ചിന്തിച്ചു പോയാൽ അത് പ്രയോജനകരമല്ല. തുടർന്ന് നാം പഠിക്കുന്ന കാര്യങ്ങളും അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നതായ കഴിഞ്ഞ ആഴ്ച നാം പഠിച്ചതായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പഠിക്കേണ്ടത്. ഇവിടെ 17-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. പൗലോസ് അപ്പോസ്തലൻ പല സഭകൾക്കും എഴുതുന്നതായ ലേഖനങ്ങളിൽ വ്യക്തികൾക്ക് എഴുതുമ്പോഴും തിമോഥെയോസിനും തീത്തോസിനും എഴുതുമ്പോഴും പൗലോസ് അപ്പോസ്തലന്റെ വാക്കിൽ നേരിട്ടും പരോക്ഷമായും നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു പ്രസ്താവനയാണ് നാം ഇവിടെയും വായിക്കുന്നത്. നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവിൻ എന്ന് നാം വായിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന കാര്യം, ഇതിന് ഇവിടെ ശരിയായ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇതിനൊരു പൊതുവായിട്ടുള്ള യാഥാർത്ഥ്യവും ഇതിൻ്റെ പിന്നിലുണ്ട്. പ്രത്യേകിച്ച് സഭയെ നടത്തുന്നതായ ആളുകൾ അവിടെയുള്ള വിശ്വാസികൾക്ക് അവരെ അനുകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ജീവിത നിലവാരമുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിന് ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് ഉണ്ട്. പ്രത്യേകിച്ച് മൂപ്പന്മാരുടെ യോഗ്യതകൾ എന്ന് പറഞ്ഞുകൊണ്ട് തിമോഥെയോസിനും തീത്തോസിനും എഴുതിയ ലേഖനത്തിൽ ഒരുപക്ഷെ ലോകത്ത് ഒരു പ്രസ്ഥാനത്തിനും ഒരു ഉദ്യോഗത്തിനും വേണ്ടുന്നതായിട്ടുള്ള യോഗ്യതകളല്ല, മറ്റ് ഒരു സ്ഥാനത്തിനും ആരും ആവശ്യപ്പെടാത്തതായ വളരെ വലിയ യോഗ്യതകളാണ് ആത്മീയ ശുശ്രൂഷ രംഗത്തുള്ളവർക്ക് വേണ്ടത് എന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ മൂപ്പന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടങ്ങൾക്ക് മാതൃകകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ എന്നാണ് പത്രോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോഴും പറയുന്നത്. അപ്പോൾ ആടുകൾക്ക് മാതൃക ജീവിതം നയിച്ചുകൊണ്ടാണ് അവരെ അധ്യക്ഷത ചെയ്യേണ്ടത്, അതല്ലാതെ അധികാരം ഉപയോഗിച്ചുകൊണ്ടല്ല എന്നാണ് നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയുന്നത്. കർത്താവും അങ്ങനെ പറഞ്ഞു, ലോകത്തിലെ അധിപന്മാർ അവരുടെ ആളുകളുടെ മേൽ അധികാരം നടത്തുന്നു, നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ ഒരു ഭരണ സംവിധാനമോ ഒന്നുമല്ല സഭകളിൽ വേണ്ടത്. സഭകളിൽ വേണ്ടത് സ്നേഹത്തിൻ്റെയും അതുപോലെ തന്നെ മാതൃകയുടെയും അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണമാണ്, അല്ലെങ്കിൽ ഭരണ സംവിധാനമാണ്. അത് ലോകത്തിൻ്റെതുമായിട്ട് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയാനായിട്ടുള്ള പൗലോസ് അപ്പോസ്തലന്റെ ധൈര്യം എന്ന് പറയുന്നത് നമ്മെ വെല്ലുവിളിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ കേവലം ഇത് സുവിശേഷ സഭാ ശുശ്രൂഷകളിലുള്ള ആളുകളെ കുറിച്ച് മാത്രം മതി, അതുകൊണ്ട് സഭയിലുള്ള മൂപ്പന്മാര്, സുവിശേഷകന്മാര്, അങ്ങനെയുള്ള ആളുകളൊക്കെ എല്ലാവർക്കും മാതൃകകളായിരിക്കണം, ബാക്കിയുള്ളവർക്ക് ആർക്കും ആ ഉത്തരവാദിത്വം ഇല്ല, ഞങ്ങളെല്ലാവരും അങ്ങനെ മാതൃകകൾ കണ്ട് അവരുടെ നന്മകളൊക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിച്ചോളാം എന്നുള്ള നിലയിലല്ല. മറിച്ച് നമുക്കറിയാമല്ലോ, എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരാകേണ്ടുന്നതായിട്ടുള്ള സമയമായി എന്നാണ് ലേഖനകാരൻ പറയുന്നത്. അപ്പോൾ അവിടെ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരെ രക്ഷിക്കപ്പെട്ട് അങ്ങനെ ആത്മീയ ശൈശവത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെല്ലാവരും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തി പിന്നീട് സഭയിലേക്ക് വരുന്ന ആളുകൾക്ക് അവരൊക്കെ ഉപദേശകന്മാരും അതുപോലെ തന്നെ മാതൃകകളുമായി തീരണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, നാം രൂപാന്തരപ്പെട്ട് ക്രിസ്തു എന്ന തലയോളം വളരുക എന്നുള്ളതാണല്ലോ ഓരോ ദൈവപൈതലിനെ സംബന്ധിക്കുന്ന ദൈവേഷം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം, എല്ലാവർക്കും അനുകരിക്കത്തക്കതായ സ്വഭാവ സവിശേഷതകൾ ഉള്ളവരായി വളരണം എന്നുള്ളത് സഭയിലെ എല്ലാവരെയും സംബന്ധിച്ചുള്ള ദൈവിക പരിപാടിയും ഉദ്ദേശവുമാണ്. ഇതിൽ നിന്ന് ആർക്കും ഒഴികഴിവില്ല. എന്നാൽ ആദ്യമൊക്കെ അതിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിൽ മുമ്പന്മാരായിട്ടുള്ള ആളുകളെ സഭയെ നയിക്കുന്നതിന് വേണ്ടി ദൈവം
അങ്ങനെ ഒരു ഉത്തരവാദിത്വത്തിലേക്ക് ദൈവം നിയോഗിക്കുന്നു എന്നുള്ളതല്ലാതെ ആ ഒരു മാതൃകയാകാതിരിക്കാനുള്ള അനുവാദം ആർക്കും ഇല്ല എന്നുള്ളതാണ്. അത് എല്ലാവർക്കും മനസ്സിലാകാവുന്ന കാര്യമാണല്ലോ. എന്ന് മാത്രവുമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കൂറിക്കൊള്ളുവിൻ. ഇവിടെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ വാക്യത്തിൽ നമുക്ക് 3 അവസ്ഥകൾ കാണാനായിട്ട് കഴിയും. ഒന്ന്, എന്നെ അനുകരിപ്പിൻ എന്ന് പറയുന്നു. പിന്നെ രണ്ടാമത്, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു ഞങ്ങളുണ്ട്. പിന്നെ മാതൃക പ്രകാരം നടക്കുന്നവരുണ്ട്. അങ്ങനെ 3 വിഭാഗം ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത്, എന്നെ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലനെയാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ടീമിലുള്ളതായിട്ടുള്ള സഹശുശ്രൂഷകന്മാരാണ്. തിമോത്തിയോസ്, തീത്തോസ്, ലൂക്കോസ്, എപ്പഫ്രാദിത്തോസ് അതുപോലെയുള്ള ആളുകളെ കുറിച്ച് നാം വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിരുന്നുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്ന് പറയുമ്പോൾ തൻ്റെ ടീം അംഗങ്ങൾ എന്നുള്ള നിലയിലാണ്. പിന്നെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും അതൊരു പക്ഷേ ഫിലിപ്പിയിലെ സഭയിലെ ശുശ്രൂഷകന്മാരാകാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. എന്നാൽ അതങ്ങനെ കൃത്യമായിട്ട് നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് അവരെയും നിങ്ങൾ കുറിക്കൊള്ളുവിൻ, അവരുടെയൊക്കെ ജീവിത മാതൃക നിങ്ങൾ അനുകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനുകരിക്കാൻ കഴിയുന്നതായിട്ടുള്ള ജീവിത മാതൃകയുള്ള ആളുകൾ സഭകളിൽ ധാരാളം ഉണ്ടായാൽ മാത്രമേ സഭയ്ക്ക് വളർച്ചയും അനുഗ്രഹവും അതുപോലെ തന്നെ ദൈവേഷം ചെയ്യുന്നതിന് വേണ്ടി സഭ പ്രാപ്തമാകുകയും ചെയ്യുകയുള്ളൂ. അപ്പോൾ ഈ കൽപ്പന എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം എന്ന് പറയുന്നത് ഏതാനും പേർക്കുള്ളതല്ല, മറിച്ച് അതെല്ലാവർക്കും ഉള്ളതായ നിർദ്ദേശമാണ്. ശരി, ഇത് പൊതുവായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ അവിടെ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്നതായിട്ടുള്ള പശ്ചാത്തലത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് പ്രാഥമികമായും പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് ഇതിനു മുമ്പുള്ള വാക്യവും ഇതിനു ശേഷമുള്ള വാക്യങ്ങൾ നാം ധ്യാനിക്കുമ്പോഴും അത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ജീവിതവും കാഴ്ചപ്പാടുകളുമാണ് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ. അതെന്തൊക്കെയാണ്? അത് 10ാമത്തെ വാക്യം മുതൽ അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക, പിന്നെ അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയുക, പിന്നെ അവൻ്റെ നിമിത്തം എല്ലാം ചപ്പ് ചവറ് എന്ന് എണ്ണുക, തികഞ്ഞവനായി എന്നല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നല്ല, ഒരു പിന്തുടരുന്നതായി, പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതായിട്ടുള്ള ഒരു ജീവിതം. അതുപോലെ തന്നെ പിമ്പിലുള്ളതെല്ലാം മറന്നിട്ട് മുമ്പിലുള്ളതിനായിട്ട് ആഞ്ഞുകൊണ്ടുള്ള പരമവിളിയുടെ ലാക്കിലേക്കായിട്ടുള്ള ഓട്ടം. പ്രാഥമികമായും സുവിശേഷത്തെ പ്രതി പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയിരിക്കുന്ന കഷ്ടാനുഭവങ്ങൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്നുള്ളതാണ് ഇവിടെ. അതും പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാം ഉപേക്ഷിച്ച് ചപ്പ് ചവറ് എന്ന് എണ്ണുന്നു. ഈ ഉള്ള കാഴ്ചപ്പാടുകളെ കുറിച്ചാണ് ഇവിടെ നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ താൻ കടന്നുപോയതായിട്ടുള്ള കഷ്ടാനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്, തൻ്റെ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ തൻ്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, അതുപോലെ തൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ തൻ്റെ ഓട്ടത്തിൽ ഈ ലോകത്തിലുള്ള കാര്യങ്ങളെ ഏത് നിലയിലാണ് താൻ കരുതിയത്, ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുകരിപ്പിൻ എന്ന് പറയുമ്പോൾ പ്രാഥമികമായിട്ടും അനുകരിക്കേണ്ടതായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളെക്കുറിച്ചും രീതികളെക്കുറിച്ചുമാണ് ഇവിടെ കാണുന്നത്. അത് നമ്മളുടെ മനസ്സിൽ വെക്കണം. എന്നാലേ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ. 18ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ ജയിലിൽ കിടന്നുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നമ്മളത് കണ്ടതാണ്. എല്ലാവരെയും സന്തോഷിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. അത് വീണ്ടും അങ്ങനെ തന്നെ വീണ്ടും പറയുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായത്തിലും പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്നാണ്. അപ്പോൾ സന്തോഷത്തിലാണ് സന്തോഷിപ്പിനെന്ന് പറയുന്നു. എൻ്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കുമെന്ന് പറയുന്നു. നിങ്ങളോട് എല്ലാവരോടും കൂടി സന്തോഷിക്കുമെന്ന് പറയുന്നു. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാനിപ്പോൾ കരഞ്ഞും കൊണ്ടും പറയുന്നു. അപ്പോൾ ഈ കരഞ്ഞും കൊണ്ട് ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ മാത്രമായിരുന്നില്ല, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ. അപ്പോൾ പലപ്പോഴും ഫിലിപ്പിയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതിപ്പോഴും ജയിലിൽ കിടന്നുകൊണ്ടും കരഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയിലെ വിശ്വാസികളോട് പറയുകയാണ്. എന്താണത്? ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നാം എല്ലാവരും അത് ശ്രദ്ധയോടെ കേൾക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും ആവശ്യമാണ്. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നു. അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു. ഇപ്പോൾ നമ്മൾ പെട്ടെന്നുള്ള ഓടിച്ചുള്ള ഒരു വായനയിൽ ഇത് വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലനെയും അല്ലെങ്കിൽ ക്രിസ്തീയ പ്രവർത്തനത്തെയും തടയുകയോ അതല്ല എങ്കിൽ അവരെ പീഡിപ്പിക്കുകയോ ചെയ്യുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നാണ് ഓടിച്ചുള്ള ഒരു വായനയിൽ ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാനായിട്ട് സാധ്യതയുള്ളത്. എന്നാൽ അങ്ങനെയല്ല. ഈ അനേകർ ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ അനേകർ ക്രിസ്തുവിന് ശത്രുക്കളായിട്ട് നടക്കുന്നു എന്നല്ല, അല്ലേ? ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായിട്ട് നടക്കുന്നു. അപ്പോൾ ക്രിസ്തുവിന് ശത്രുക്കളായിട്ട് നടക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും അതിനകത്ത് ലോകത്തിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ ക്രിസ്തുവിന്റെ ശത്രുക്കളെ കുറിച്ചല്ല, ക്രിസ്തുവിന്റെ ക്രൂശിനാണ് ശത്രു എന്ന് വെച്ചാൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതായിട്ടുള്ള റോമ പട്ടാളം അല്ലെങ്കിൽ ഗവൺമെന്റ് ഉപയോഗിച്ചതായിട്ടുള്ള ആ ക്രൂശിനെതിരെയുള്ള ശത്രുതയാണോ? ഒരിക്കലുമല്ല. എന്നാൽ ഇവിടെ ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനു മുമ്പ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ, അവന്റെ മരണത്തോട് അനുരൂപപ്പെടുക, അതുപോലെ തന്നെ അവനെ നിമിത്തം സകലതും ചപ്പ് ചവറ് എന്നെണ്ണുക, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. തന്നെ തന്നെ ത്യജിച്ച് തൻ്റെ ക്രൂശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ തന്നെ തന്നെ ത്യജിക്കുന്നതായ കാര്യമാണ് ഈ എല്ലാം ചപ്പ് ചവറ് എന്നെണ്ണി പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്ന ഓട്ടം എന്ന് പറയുന്നത് തന്നെ തന്നെ ത്യജിച്ചിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മ സന്തോഷത്തോടു കൂടി അനുഭവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ക്രൂശ് നമ്മൾ എടുക്കുക എന്ന് പറയുന്നത്. അത് പല നിലയിലുള്ളതായിട്ടുള്ള ക്രൂശുണ്ട്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 തലങ്ങളിൽ വരും. ക്രിസ്തുവിനെ നാം പിൻഗമിക്കുന്നത് മുഖാന്തരം നമുക്ക് ജീവിതത്തിൽ നാം മറ്റ് ആളുകളിൽ നിന്ന് നേരിടുന്നതായിട്ടുള്ള കഷ്ടങ്ങളും അതുപോലെ തന്നെ നിന്ദകളും പരിഹാസങ്ങളും ഒരുപക്ഷെ മരണം വരെയും അതിനകത്ത് വരുന്നുണ്ട്. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നതായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അത് ഒക്കെ അതിനകത്ത് വരും. പൗലോസ് അപ്പോസ്തലൻ തന്റെ ജഡത്തിൽ വിശൂലത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അതൊക്കെ ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. മൂന്നാമത് നമ്മളുടെ ജഡത്തിന്റെ ഇഷ്ടത്തിന് നാം നിന്നു കൊടുക്കാതെ ദൈവേഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജഡത്തിലുള്ളതായിട്ടുള്ള ഒരു വേദനയുണ്ട്. അത് ഈ 3 മേഖലകളിലുള്ള ക്രൂശ് നമുക്കുണ്ട്. അപ്പോൾ ആ ക്രൂശിന് ശത്രുക്കളായിട്ട് ധാരാളം പേർ ക്രിസ്തീയ ലോകത്തുണ്ട്. അന്നും ഉണ്ടായിരുന്നു. ഇന്നൊരു പക്ഷെ നാം ചിന്തിച്ചാൽ ലോകത്തിൽ, ക്രിസ്തീയ ലോകത്തിൽ അങ്ങനെയുള്ള ശത്രുക്കളാൽ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതെങ്ങനെയാണ് ഈ ക്രൂശിന് ശത്രുക്കളായിട്ട് അവർ തീരുന്നത്? ക്രിസ്തുവിന് ശത്രുക്കൾ എന്നല്ല പറയുന്നത്, ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കൾ എന്നാ പറയുന്നത്. എങ്ങനെയാണ് അവർ ക്രൂശിന് ശത്രുക്കളായിട്ട് തീരുന്നത്? നമുക്കറിയാം, ഇന്നത്തെ നമ്മൾ ടിവിയോ അല്ലെങ്കിൽ യൂട്യൂബ് അതുപോലെയുള്ള സാമൂഹിക മാധ്യമങ്ങളിലേക്കൊക്കെ ചെന്നാൽ ഈ ക്രൂശിന് ശത്രുക്കളെ ആകുന്ന അല്ലെങ്കിൽ ക്രൂശിന്റെ ശത്രുക്കളുടെ പ്രസംഗങ്ങളാണ് ധാരാളം കേൾക്കുവാനായിട്ടുള്ളത്. അത് അനേകരെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ സ്വാധീനത്തിലാണ് ഇന്ന് ക്രിസ്തീയ ലോകം പൊതുവിലിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിനെതിരെ, അതായത് കർത്താവിന്റെ പിന്നാലെ നാം യാത്ര ചെയ്യുമ്പോൾ അവന്റെ കഷ്ടാനുഭവത്തിന്റെ കൂട്ടായ്മയെ അനുഭവിച്ചറിഞ്ഞ് സകലതും ചെപ്പ ചവറ് എന്ന് എണ്ണി കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ആ കൂട്ടായ്മയെ അനുഭവിക്കുന്നത് അതിനെ ഒരുപക്ഷെ ക്രിസ്തീയ ജീവിതത്തിലെ ഒരു പരാജയമായിട്ടോ അത് ദൈവം ത്യജിച്ചതിൻ്റെ ഒരു അടയാളമായിട്ടോ അല്ല എങ്കിൽ ആ ക്രൂശ് എടുക്കുന്നതിൽ നിന്നും എങ്ങനെയെങ്കിലും പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെ രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയോ ഈ ക്രൂശ് ഒഴിവാക്കുന്നതിന് വേണ്ടി ഉപവാസ പ്രാർത്ഥനകളൊക്കെ നടത്തുകയോ അങ്ങനെയുള്ള നാനാവിധമായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ക്രിസ്തീയ ലോകത്തുള്ളത്. ഒരുപക്ഷെ ക്രൂശിനെതിരെയുള്ള ശത്രുത്വമാണ് ഇന്ന് ലോകത്ത്, ക്രിസ്തീയ ലോകത്ത് പ്രസംഗിക്കപ്പെടുന്ന സന്ദേശങ്ങളിൽ ഒരു 95% എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ക്രൂശിനെതിരെയുള്ളതായ പ്രസംഗങ്ങൾ പൗലോസ് അപ്പോസ്തലൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അതിനുശേഷം ഇപ്പോൾ ജയിലിൽ കിടക്കുമ്പോഴും കരഞ്ഞുകൊണ്ട് അവരോട് പറയുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പ്രിയമുള്ളവരെ, ഈ ക്രൂശ് ആണ് യഥാർത്ഥത്തിൽ
ക്രിസ്തീയ ജീവിതത്തിൽ നമ്മെ രൂപാന്തരത്തിലേക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്കും വിശുദ്ധീകരണത്തിലേക്കും അതുപോലെ തന്നെ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കാൻ കഴിയുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നടത്തുന്നത് എന്നുള്ളത് മറക്കരുത്. ഈ ക്രൂശ് ഒഴിവാക്കിക്കൊണ്ടൊരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം തുടർന്നുള്ള വാക്യങ്ങളിൽ നമുക്കത് കാണാനായിട്ട് കഴിയും. അങ്ങനെ ക്രൂശിന്റെ ശത്രുക്കൾ, ഞാൻ പിന്നെയും നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ക്രിസ്തുവിന്റെ ശത്രുക്കളല്ല, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ, അവരുടെ അവസാനം നാശം. അപ്പോൾ ക്രിസ്തുവിന്റെ ക്രൂശ് വേണ്ട, ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് വഴി എനിക്ക് ക്രൂശ് എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഒരുപക്ഷെ ഈ ജീവിതത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും എൻ്റെ ജീവിത അഭിലാഷങ്ങളും എനിക്ക് ക്രിസ്തുവിനാൽ കിട്ടണം, പക്ഷേ ക്രൂശ് എനിക്ക് വേണ്ട എന്ന് പറയുകയും ആഗ്രഹിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് അവരുടെ അവസാനം നാശം. എന്താണ് അവരുടെ അവസാനം നാശം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവരൊരിക്കലും ദൈവിക പരിപാടിയിൽ ഉൾപ്പെട്ട ആളുകളല്ല എന്നുള്ളത് തന്നെയാണ്. അവര് ആ വഴിയിലേക്ക് ഒരുപക്ഷെ കടന്നു വന്നു എങ്കിലും അവര് വഴിതെറ്റി വീണ്ടും വിശാലമായിട്ടുള്ള ഒരു വഴിയിലേക്ക്, അതായത് ലോകം കാണിക്കുന്നതായ ലോകത്തിൻ്റെതായിട്ടുള്ള എന്തും ചെയ്ത് എങ്ങനെയും ജീവിക്കാവുന്നതായിട്ടുള്ള ഒരു വിശാല വഴിയിലേക്ക് അവർ മാറിപ്പോയി. പക്ഷെ നമ്മുടെ വഴി എന്ന് പറയുന്നത് ഞെരുക്കമുള്ള ഒരു വഴിയാണ്, അല്ലെങ്കിൽ ഇടുക്കമുള്ള വാതിൽ ഞെരുക്കമുള്ള വഴിയുമാണ്. അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ അവസാനം നാശമാണ്. അതിനെക്കുറിച്ച് പല ലേഖനകാരന്മാരും പല വാക്കുകളാൽ ഉപയോഗിച്ചിട്ടുണ്ട്. ലോകത്തിൽ മോഹത്താലുള്ള നാശം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്, ഒരാൾ ലോകത്തിന്റെ സ്നേഹിതനാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ശത്രുവാകുന്നു യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു. അതുപോലെ തന്നെ യാക്കോബ് അപ്പോസ്തലനും അതേ കാര്യങ്ങൾ തന്നെ പറയുന്നു. അപ്പോൾ നാശമാണ്. അപ്പോൾ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നിങ്ങൾ മരിക്കും നിശ്ചയമെന്ന് പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് എഴുതുമ്പോൾ പറയുന്നു. അപ്പോൾ അവരുടെ അവസാനം നാശം എന്ന് പറഞ്ഞാൽ ഈ ക്രൂശ് എടുക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ, അവർ ദൈവിക വഴിയെ വിട്ട്, ഞെരുക്കമുള്ള വഴിയെ വിട്ട് അവർ വിശാലമായ വഴിയിലേക്ക് പോകുന്നതായിട്ടുള്ള ആളുകളാണ് അവരുടെ അവസാനം നാശം എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പിന്നെ പറയുന്നത് അവരുടെ ദൈവമാരാണ്. അവരുടെ നാശം, അവരുടെ അവസാനം നാശമാകുന്നതിന്റെ കാരണം അവരുടെ ദൈവം എന്ന് പറയുന്നത് അവരുടെ വയറാണ്. എന്ന് വെച്ചാൽ അവരുടെ അവര് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതോ അവർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നതോ ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നതും അല്ലെങ്കിൽ അതിൽ പങ്കാളികളാകുന്നതും ഒക്കെ അവരുടെ വയറിന്റെ ഒരു വിഷയമാണ് എന്നുള്ള നിലയിൽ അവരുടെ ഭൗതിക ആവശ്യങ്ങൾ ആണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ ദൈവം വയറ്, അവരാരാധിക്കുന്നത് അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത് അവരുടെ വയറിന് വേണ്ടിയാണ്. അതായത് അവരുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവർ ജീവിക്കുന്നത്. അവരുടെ ദൈവം വയറാണ്, അവർ സേവിക്കുന്നത് അവരുടെ വയറിനെയാണ്. അതുകൊണ്ട് അവരുടെ നാശം, അവരുടെ അവസാനം നാശമാണ്. പിന്നെ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഓട്ടവും പോരാട്ടവും അത് യഥാർത്ഥത്തിൽ ലജ്ജാകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം. ഒരു ദൈവ പൈതലിന്റെ മനോഭാവം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ക്രൂശ് അനുഭവിക്കുവാനും അല്ലെങ്കിൽ ആ ക്രൂശ് എടുത്തുകൊണ്ട് യാത്ര ചെയ്യുവാനും ഈ ലോകത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ ചപ്പ് ചവറ് എന്ന് എണ്ണുവാനുമാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ അനുകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ലജ്ജയായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് മാനം തോന്നുന്നു. നമുക്കറിയാം ചപ്പ് ചവറ്, അതിനെയൊക്കെ നമ്മൾ വേസ്റ്റ് എന്നാ പറയുക. വേസ്റ്റ് കാര്യങ്ങളിൽ ആർക്കെങ്കിലും മാനം തോന്നുമോ? ഈ ലോകത്തിൽ നിത്യമായ നന്മകൾക്കുതകാത്ത അല്ലെങ്കിൽ ദൈവിക പരിപാടിക്ക് ഉതകാത്തതായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ കാഴ്ചപ്പാടുകളിലോ നമ്മളുടെ ഒരുപക്ഷെ നമ്മളുടെ സമ്പത്തിന്റെ രൂപത്തിൽ അത് വന്നേക്കാം, നമ്മളുടെ വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിൽ അത് വന്നേക്കാം, നമ്മളുടെ സ്ഥാനമാനങ്ങളുടെ രൂപത്തിൽ അത് വന്നേക്കാം, അങ്ങനെ ഏത് നിലയിലും അത് വന്നേക്കാം. അത് നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു നിലയിൽ നാം ക്രമീകരിച്ചിട്ടില്ലെങ്കിൽ അത് ചപ്പാണ്, ചവറാണ്. അതിനെയൊക്കെ ചപ്പും ചവറുമായിട്ടാണ് കാണേണ്ടത്. ഈ ചപ്പും ചവറുമാണ് ഈ ലജ്ജയായതിൽ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, ലോകത്തിന്റെ മുമ്പാകെ ശ്രേഷ്ഠമായത് യഹോവയുടെ മുമ്പാകെ അറപ്പാകുന്നു. ലോകത്തിൽ ശ്രേഷ്ഠമെന്ന് കരുതുന്നതും ആഗ്രഹിക്കുന്നതും ആളുകൾ പിൻഗമിക്കുന്നതുമായിട്ടുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ദൈവത്തിന് മുമ്പാകെ അറപ്പാണെന്നാണ് പറയുന്നത്.
അപ്പോൾ പൗലോസ് അപ്പോസ്തലന് ലാഭമായിരുന്ന ഒത്തിരി കാര്യങ്ങളെ ഛേദമായിട്ട് എണ്ണിയതും തനിക്ക് ലാഭമായിരുന്ന ആളുകളെയല്ല, കാര്യങ്ങളെയൊക്കെ ചപ്പ ചവറ് എന്ന് എണ്ണിയതും അതൊന്നും നിത്യതയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളല്ല എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നിവിടെ പറയുമ്പോൾ ഈ ചപ്പ ചവറ് എന്ന് എണ്ണേണ്ടതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിലവര് മാനം, അവരുടെ പ്രശംസ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിലാണ്. നമുക്കറിയാം, വിശ്വാസികൾ എന്ന് പറയുന്ന അനേകം ആളുകളും അവരുടെ കുടുംബ പാരമ്പര്യങ്ങൾ, അവരുടെ സമ്പത്ത്, അവരുടെ മക്കൾ, അവർക്ക് ലഭിച്ചതായിട്ടുള്ള സ്ഥാനമാനങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ വളരെ പുകഴ്ചയോടുകൂടി ദൈവം വലിയ കാര്യം ചെയ്തു എന്നുള്ള നിലയിലൊക്കെ അവര് പറയുകയും സാക്ഷ്യം പറയുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ധാരാളം നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അതിനെക്കുറിച്ച് അടുത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നിത്യതയിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാവാത്ത, നിത്യതയിലേക്ക് പ്രയോജനപ്പെടാത്തതായ നമ്മളുടെ യാതൊരു കാര്യങ്ങളും ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ല. അതൊന്നുമായിട്ട് നമുക്ക് ഈ ഇടുങ്ങിയ വഴിയിലൂടെ, അല്ലെങ്കിൽ ഞെരുക്കമുള്ള വഴിയിലൂടെ നമുക്ക് പോകാനായിട്ട് കഴിയില്ല. അതുമായിട്ട് പോകണമെങ്കിൽ നമ്മൾ വിശാലമായിട്ടുള്ള വഴിയിലേക്ക് കടക്കേണ്ടത് ആവശ്യമാണ്. കർത്താവിൻ്റെ പിന്നാലെയുള്ള യാത്രയിൽ ഈ തന്നെ ത്യജിച്ചും ക്രൂശ് എടുത്തുമുള്ള ഈ ജീവിതയാത്രയിൽ നമുക്ക് ഒരിക്കലും ഈ ലജ്ജയായിട്ടുള്ള കാര്യങ്ങൾ, ഈ ചപ്പും ചവറും, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ആളുകൾ ശ്രേഷ്ഠമെന്ന് കരുതുന്നതുമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് ഒരിക്കലും കഴിയുകയില്ല. അങ്ങനെ ആരെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ അവര് വിശാലമായിട്ടുള്ള വഴിയിലാണ് എന്ന് നമുക്കറിയാം. ഈവൻ അതിനെക്കുറിച്ച് എബ്രായ ലേഖനകാരൻ പറയുമ്പോൾ, ഞാൻ എബ്രായ ലേഖനകാരൻ എന്ന് പറയുന്നത് അത് പൗലോസ് അപ്പോസ്തലനാണെന്നാണ് പൊതുവെ ചിന്തിക്കുന്നത്, ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് എബ്രായ ലേഖനകാരൻ അതിനെക്കുറിച്ച് പറയുന്നത്, മുറുകെ പറ്റുന്ന പാപവും സകല ഭാരവും വിട്ട്. അപ്പോൾ നമുക്കൊരു ചിന്താകുലം ഭാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ക്രിസ്തീയ ജീവിതത്തിന്റെ പോരാട്ടവും ഓട്ടവും ഒന്നും പൂർത്തീകരിക്കുവാനായിട്ട് കഴിയില്ല. അതൊക്കെ കർത്താവിന്റെ മേൽ വിടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ പിന്നെ ഈ ലോകത്തിൽ, നശ്വരമായ ഈ ലോകത്തിൽ താൽക്കാലികമായിട്ടുള്ള വില മാത്രമുള്ള, ഒന്നിനും പ്രയോജനപ്പെടാത്ത, നിത്യതയ്ക്ക് പ്രയോജനപ്പെടുത്താത്തതായിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ യാത്ര ശുഭകരമായിട്ടുള്ള ഒരു യാത്രയല്ല. ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ, ഭൂമിയിലുള്ളത് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഭൂമിയിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മാത്രം കാര്യങ്ങൾ. അതായത് നമ്മുടെ ജീവിതത്തിലെ, ക്രിസ്തീയ ജീവിതത്തിൽ ഭൂമിയിലുള്ള കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ അതിനകത്ത് നിത്യതയുടേതായിട്ടുള്ള ഒരു അംശമില്ല. കേവലം ഈ ലോകം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഉള്ളതെങ്കിൽ അത് ദൈവസന്നിധിയിൽ സ്വീകാര്യമല്ലാത്തതായ ഒരു കാര്യമാണ്. നമുക്ക് ജോലി ചെയ്യാം, പക്ഷെ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. നമുക്ക് ധനം സമ്പാദിക്കാം, പക്ഷെ ആ ധനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ചോദ്യമാണ്. നമുക്ക് ആരോഗ്യം സൂക്ഷിക്കാം, പക്ഷെ ആരോഗ്യം കൊണ്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്ക് വിദ്യാഭ്യാസം വേണം, നമുക്ക് കൃഷി ചെയ്യണം, ബിസിനസ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാം, പക്ഷേ വാട്ട് ഫോർ, എന്തിനു വേണ്ടി? അവിടെയാണ് അത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട്, ദൈവികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ അത് ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ചിന്തയല്ല, മറിച്ച് നിത്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. അപ്പോൾ അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. ഇത് ക്രൂശിന്റെ ശത്രുക്കളുടെ അവസ്ഥയാണിത്. ക്രൂശിന്റെ മിത്രങ്ങൾ ആരൊക്കെയായിരിക്കും? അപ്പോൾ ക്രൂശിന്റെ മിത്രങ്ങൾ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത്. കാരണം നാം നമ്മെ തന്നെ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയിലാണ്. നാം ക്രൂശ് എടുത്തുകൊണ്ടുള്ള ഒരു യാത്രയിലാണ് എങ്കിൽ ക്രൂശിന്റെ മിത്രങ്ങളല്ലാതെ നമ്മുടെ ഒരു ശത്രുവിനെ ചുമന്നുകൊണ്ട് പോകാനായിട്ട് നമുക്ക് കഴിയുമോ? ഇല്ല. നമുക്ക് നമ്മുടെ കൂടെ കൂട്ടുവാനും നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് എപ്പോഴും സാധിക്കുന്നത് മിത്രങ്ങളെയാണ്. ശത്രുക്കളെയായിട്ട് ആരും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഈ ക്രൂശ്, കർത്താവായ യേശുക്രിസ്തുവിനെ പിൻഗമിക്കുന്നത് മുഖാന്തരമുള്ള, അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ക്രൂശ് നമുക്ക് ഒരിക്കലും ശത്രുതയായിട്ടല്ല, അതിനെ നമ്മളുടെ മിത്രമായിട്ട്, അതായത് നമുക്ക് അതൊക്കെയും ഉപകാരികളായിട്ട് നാം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് കഷ്ടമനുഭവിക്കാൻ വരം നൽകിയിരിക്കുന്നുവെന്നും എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇങ്ങനെ അനേക കഷ്ടങ്ങളിലൂടെ നാം ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും. പ്രിയമുള്ളവരെ, പൗലോസ് അപ്പോസ്തലന്റെ ജീവിതത്തിൽ എന്ത് അപര്യാപ്തത കൊണ്ടായിരുന്നു പൗലോസ് അപ്പോസ്തലൻ കടന്നുപോയതായിട്ടുള്ള തന്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പൗലോസ് അപ്പോസ്തലൻ ആ ക്രൂശിന്റെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അത്
അതൊരു ആസ്വാദ്യതയായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ എടുത്തത്. തൻ്റെ ജീവിതത്തിൽ ആ ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ ആ കൂട്ടായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പങ്കാളിത്തം എന്ന് പറയുന്നത് തനിക്ക് എന്നും ഒരു ആഘോഷമായിരുന്നു, അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരുന്നു. പക്ഷേ എപ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ കരയുന്നത്? ഈ ക്രൂശിന്റെ ശത്രുക്കളെ കാണുമ്പോഴാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഈ ക്രൂശിനെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ആ ക്രൂശിൻ്റെ അല്ലെങ്കിൽ ആ കൂട്ടായ്മ, കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ നാം ആസ്വദിക്കുന്നവരും അതിൽ സന്തോഷിക്കുന്നവരുമാണോ? അതെയോ നമുക്ക് സന്തോഷം വരുന്നത് ഈ ക്രൂശ് എങ്ങനെയെങ്കിലും ഒന്ന് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴാണ്? അതായത് ക്രൂശിന്റെ ശത്രുക്കളായിട്ടാണോ നാം ജീവിക്കുന്നത്? ഒരുപക്ഷെ അറിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള സന്ദേശങ്ങളുടെ അപര്യാപ്തത കൊണ്ടോ തെറ്റായിട്ടുള്ള ഉപദേശങ്ങൾ കൊണ്ടോ ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, ഒരുപക്ഷെ അത് ദൈവം നമ്മെ സ്വീകരിക്കാത്തതിന്റെ തെളിവായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേൽ എന്തെങ്കിലും ശാപമുള്ളതിന്റെ പേരിൽ നാം കടന്നു പോകുന്നതായിട്ടുള്ള അവസ്ഥയായിട്ടും ഒക്കെയാണ് ഇന്ന് അനേകരും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ആ ഒരു ചിന്താഗതിയിൽ നിന്നും നാം ഏറെ മാറേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മെ വളരെ പരീക്ഷയുടെ അവസ്ഥയിലൂടെ കടത്തിവിടും. അങ്ങനെ കടത്തിവിട്ട് ശുദ്ധീകരിച്ച് നമ്മെ തെളിവാക്കിയെടുക്കുക എന്നുള്ളത് ദൈവീക പരിപാടിയാണ്. അപ്പോൾ ദൈവം കടത്തിവിടുന്നതായിട്ടുള്ള അത്തരം സന്ദർഭങ്ങളിൽ നാം കടന്നു പോകാൻ മനസ്സുള്ളവരാണ് എങ്കിൽ നാം ക്രിസ്തുവിന്റെ ക്രൂശിനെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ക്രൂശിന്റെ മിത്രങ്ങൾ. അതല്ല എങ്കിൽ നാം ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ. അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ അവസാനം നാശം. അങ്ങനെയുള്ള ആളുകളുടെ ദൈവം എന്ന് പറയുന്നത് അവരുടെ ഭൗതിക ജീവിതം മാത്രം, വയറ് മാത്രം. അവര് പ്രശംസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിലല്ല, മറിച്ച് അവരൊരു പക്ഷേ ഈ ലോകത്തിൽ നേടിയിട്ടുള്ളതായ ഭൗതിക നിലയിലോ അല്ലെങ്കിൽ ആത്മീയ നിലയിൽ എന്നുള്ള നിലയിൽ അവർ അവകാശപ്പെടുന്നതോ അല്ലെങ്കിൽ പ്രശംസിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ചിന്ത എന്ന് പറയുന്നത് ഈ ഭൂമിയിലുള്ള കാര്യങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ ഏത് ഗണത്തിൽ വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നാം ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരുപക്ഷെ നാം ഈ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ആർജിച്ചതായിട്ടുള്ള എല്ലാ തെറ്റായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ നിന്നും നാം രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നാം പഠിച്ചതും മറ്റുള്ളവർ നമ്മളെ പഠിപ്പിച്ചതുമായിട്ടുള്ള അനേക കാര്യങ്ങളുടെ മട്ട് നമ്മളിൽ നിന്നും കലക്കിയെടുത്ത് കളഞ്ഞ് ശരിയായ ക്രിസ്തീയ ജീവിതത്തിന്റെ തെളിമയുള്ള ക്രിസ്തീയ ജീവിതത്തിന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം സംഗ്രഹിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ഈ ജീവിതത്തിൽ മുമ്പോട്ട് വിജയകരമായി പോകുവാനായിട്ട് കഴിയുള്ളൂ. വിജയകരമായ ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിനുശേഷം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, പക്ഷേ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ് എങ്കിൽ നമ്മൾ എവിടെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? സ്വർഗത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നമ്മൾ കാത്തിരിക്കുന്നു. നമുക്കറിയാം, ഇവിടുന്ന് വിദേശത്തേക്ക് പോകുന്ന ആളുകൾ ധാരാളമുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്നവർ അവിടെ പൗരത്വം ലഭിക്കുക ഒരു പരിധി വരെ അസാധ്യമാണ്, അല്ലെങ്കിൽ വളരെ പ്രയാസമാണ് എന്നുള്ളത് കൊണ്ട് അവിടെ പോകുന്നതായിട്ടുള്ള ആളുകളുടെ ചിന്ത എപ്പോഴും അവരുടെ സ്വന്തം ദേശമായിരിക്കുന്ന ഇന്ത്യയെക്കുറിച്ചായിരിക്കും. കാരണം എന്താ? അവർക്ക് അവിടെ എന്ത് സമ്പാദിച്ചാലും അതൊന്നും അവിടെ ശാശ്വതമല്ല. അവരൊരു ദിവസം അവിടെ വിട്ട് ഇങ്ങോട്ട് പോരേണ്ടത് ആവശ്യമാണ്, നിർബന്ധമാണ്. അതുകൊണ്ട് അവരുടെ ചിന്ത അവിടെയുള്ള താൽക്കാലികമായിട്ടുള്ള ജോലിയെക്കുറിച്ചുള്ള താൽക്കാലികമായിട്ടുള്ള ചിന്തയുള്ളൂ. പക്ഷെ അവരുടെ ശാശ്വതമായിട്ടുള്ള ചിന്ത എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യയെക്കുറിച്ചായിരിക്കും. കാരണം എന്താ? അവരുടെ പൗരത്വം ഇന്ത്യയിലാണ്. ഇന്ത്യയിലേക്ക് അവരെന്തായാലും വന്നേ പറ്റൂ. 60 വയസ്സായി കഴിഞ്ഞാൽ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അവര് ഇന്ത്യയിൽ വന്ന് ജീവിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞു. എന്നാൽ മറ്റ് പൗരത്വം ലഭിക്കുന്നതായിട്ടുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സമ്പാദ്യങ്ങളും അവർ ആ രാജ്യത്താണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നമ്മുടെ പൗരത്വം ഭൂമിയിലല്ല. ഭൂമിയിലുള്ളതിൽ ചിന്തിച്ച് ഭൂമിയിൽ നമ്മൾ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചാൽ അത് വലിയ ഒരു മണ്ടത്തരമായിരിക്കും, പോഷത്തരമായിരിക്കും. നമ്മളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവ് വരുന്നത് നോക്കി നമ്മൾ ഇരിക്കുകയാണ്. ആ കർത്താവിൻ്റെ ോട് ചേർന്ന് ഇപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് നാം അനുഭവിക്കുന്നതായിട്ടുള്ള കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ ഒരു ആത്മീയ നിലയിലല്ല, ഒരു യാഥാർത്ഥ്യം, ആക്ഷരികമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമായി തീരുന്നതിനെ നോക്കി പാർക്കുന്നതായ സ്വർഗത്തിലെ പൗരന്മാരായിട്ടുള്ള നമുക്ക് ഒരിക്കലും
ഈ ലോകത്തിലുള്ളതായ ചപ്പും ചവറും വെച്ച് അതിൽ പ്രശംസിച്ച് ക്രൂശിനെയൊക്കെ ഒഴിവാക്കി ജീവിക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ക്രിസ്തീയ ജീവിതമല്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിക്കുന്നതായുള്ള നമ്മുടെ കാഴ്ചപ്പാട് ഈ നാളുകളിൽ ഏറെ രൂപാന്തരപ്പെട്ട് ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവിക പരിപാടികൾക്കും പ്രയോജനമുള്ളവരായിട്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.